ദളിത് രാഷ്ട്രീയത്തിന്റെ ഭാവിയും അറബന മത്സരികൾ ഗ്രീൻ റൂമിലെത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. സർവാദരണീയരായ സഹൃദയരെ, കലാകേരളത്തിൻ്റെ മത്സരവേദികൾക്ക് ധർമ്മപരിവേഷം നൽകിയ സാഹിത്യോത്സവിൻ്റെ പ്രൗഢമായ വേദിയിലാണ് നാം സന്നിഹിതരായിട്ടുള്ളത്. നാനാത്വത്തിൽ ഏകത്വം എന്ന അതിബൃഹത്തായ സന്ദേശത്തെ പ്രയോഗവൽക്കരിച്ച അതിമഹത്തായ ദേശമാണ് ഇന്ത്യ. അനവധി മതവും ജാതിയും വേഷവും ഭാഷയും സമന്വയിച്ച് സമ്പദ് സംസ്കാരത്തിൻ്റെ വിളനിലമായി ഈ ലോകത്തിനു മുന്നിൽ ജ്വലിച്ചു നിന്നിരുന്നു ഇന്ത്യ എന്ന മഹാരാജ്യം. എന്നാൽ സവർണ ഹിന്ദുത്വത്തിൻ്റെ സ്വാർത്ഥ ചിന്തകൾ ചിത്രീകരിച്ചെടുക്കുന്ന നികൃഷ്ടമായ ചില സാഹചര്യങ്ങൾ ഇന്ത്യ രാജ്യത്തിൻ്റെ മഹത്വവൽകൃതമായിരുന്ന പ്രവണതകളെ വ്രണപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ അടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ രാജ്യത്തിൻ്റെ 70ാമത് സ്വാതന്ത്ര്യ ദിനം നമ്മളെല്ലാവരും ആഘോഷിച്ചു. എന്നാൽ അന്ന് മറ്റൊരു വലിയ ചരിത്ര സംഭവത്തിന് കൂടി ഇന്ത്യ രാജ്യം സാക്ഷ്യം വഹിക്കുകയായിരുന്നു. മറ്റൊരു ചരിത്ര സംഭവം കൂടി ഇവിടെ പിറവിയെടുക്കുകയായിരുന്നു. ഗുജറാത്തിലെ ഉന എന്ന പ്രദേശത്ത് അടിച്ചമർത്തപ്പെട്ട ദളിത് വിഭാഗം സമ്മേളിക്കുകയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും പരിവർത്തനത്തിന്റെയും ഉത്തേജനത്തിന്റെയും പുതിയ മുദ്രാവാക്യങ്ങളും സിദ്ധാന്തങ്ങളും പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ത്രിവർണ പതാക വാനിൽ ഉയർത്തുകയും ചെയ്തു. ഹിന്ദുത്വ ഫാസിസത്തിന്റെ ബലിഷ്ഠ കരങ്ങളിൽ നിഷ്ഠൂര കൃത്യങ്ങളിൽ തന്റെ ജീവിതം സമർപ്പിക്കേണ്ടി വന്ന, തന്റെ ജീവിതം അടിയറവ് വെക്കേണ്ടി വന്ന ദളിത് വിഭാഗം ഇനി ഞങ്ങളെ അതിന് ലഭിക്കില്ല എന്ന മുദ്രാവാക്യം നടത്തിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് 15-ന് ആഘോഷിച്ചിരുന്നത്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ദളിത് വിമോചനത്തിന് വേണ്ടി ആത്മഹത്യ ചെയ്ത രോഹിത് വെമുലയുടെ അമ്മ രാധിക വെമുല ഉയർത്തിയ പതാകക്ക് ഇന്ത്യയുടെ ചതുർമൂലകളിൽ ഉയർന്ന പതാകകളിലുള്ള അർത്ഥങ്ങളായിരുന്നില്ല ഉണ്ടായിരുന്നത്. അതിൽ ഉത്തേജനത്തിന്റെ ഒരു വലിയ രഹസ്യം മറഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ പുതുമോടിത്തത്തിന്റെ വലിയ ഒരു ഉത്തേജന സിദ്ധാന്തം ആ ഒരു ഉയർത്തിയ പതാകയിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അവിടെ നിന്നും അവർ ഉയർത്തിയ ഒരുപാട് പ്രതിജ്ഞകൾ ഇന്നും ഇന്ത്യ രാജ്യം ആരവത്തോടെയും ആവേശത്തോടെയും കേട്ടുകൊണ്ടിരിക്കുകയാണ്. പശുവിന്റെ തോലിരിക്കുവാനും എന്നും നിങ്ങളുടെ അടിമയായി ജീവിക്കുവാനുള്ള പാരമ്പര്യ സിദ്ധാന്തം ഇനി ഞങ്ങളിൽ അടിച്ചമർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് 15-ന് ദളിതർ ഉനയിൽ സംഗമിച്ചുകൊണ്ട് പ്രതിജ്ഞയെടുക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ദളിത് വിഭാഗത്തിന്റെ വലിയ ഒരു മുന്നേറ്റമാണ് ഇത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് 55-കാരനായ വാൽജി ചൗഹാൻ പറഞ്ഞു വെച്ചത്, ഇതൊരു പുതിയ തുടക്കമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. അദ്ദേഹത്തിന്റെ വാക്കുകളെ യാഥാർത്ഥ്യവൽക്കരിക്കുമാർ ഒരുപാട് പ്രതിഫലനങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. ഗുജറാത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ആനന്ദിബെൻ ദളിത് പ്രക്ഷോഭത്തിന്റെ കുന്തമന തറച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെച്ചു പോയി. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ദളിത് മുന്നേറ്റങ്ങൾ അതിശക്തമായി തന്നെ നടക്കുകയുണ്ടായി. ദളിത് വിഭാഗത്തിന്റെ പ്രക്ഷോഭങ്ങൾ പ്രൗഢമായ രീതിയിൽ തന്നെ ഇന്ത്യ രാജ്യത്ത് അരങ്ങേറുകയുണ്ടായി. ഇതുകൊണ്ടെല്ലാമാകാം ജിഗ്നേഷ് മെവാനി എന്ന ദളിത് വിഭാഗത്തിന്റെ ഉന്നത നേതാവ് പറഞ്ഞത്, ഞങ്ങൾ റെയിൽവേ ഉപരോധം നടത്തുമെന്ന്. അവരുടെ അവകാശമായ, ദളിതന്റെ അവകാശമായ 5 ഏക്കർ ഭൂമി അവർക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ, അർഹമായ അവകാശം അംഗീകരിച്ചിട്ടില്ലെങ്കിൽ 1 മാസത്തിനപ്പുറം ഞങ്ങൾ ഇവിടെ റെയിൽവേ ഉപരോധം നടത്തുമെന്നായിരുന്നു ജിഗ്നേഷ് മെവാനി പ്രസ്താവന നടത്തിയത്. ഈ രൂപത്തിൽ ഉത്തേജനത്തിന്റെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും പുതിയ പുതിയ സിദ്ധാന്തങ്ങളും പ്രയോഗവൽക്കരണങ്ങളും ദൃശ്യ ആവിഷ്കാരങ്ങളും ഉന എന്ന പ്രദേശത്ത് കഴിഞ്ഞ ഓഗസ്റ്റ് 15-ന് നടമാടിയത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരിക്കലും എതിർപ്പിന്റെ പ്രക്ഷോഭാഗ്നിയിലുള്ള ഒരു എടുത്തുചാട്ടമായിരുന്നില്ല ഉനയിലെ പ്രക്ഷോഭം. പൂർണ്ണ പദ്ധതികളും തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു അവർ മേലാളന്മാർക്കെതിരെ രംഗത്ത് വന്നത്. അസ്മിത യാത്ര എന്ന ഗുജറാത്തിന്റെ പല മൂലകളിൽ നിന്നും പ്രയാണം ആരംഭിച്ച് ഓഗസ്റ്റ് 15-ന് ഗുജറാത്തിലെ ഉന എന്ന പ്രദേശത്ത് അത് സമാപനം സാധിച്ചു. അങ്ങനെ പുതിയ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരുപാട് പ്രതിജ്ഞകൾ അവരെ എടുത്തു. ഒപ്പം പുതിയ ഒരു രാഷ്ട്രീയ സംഘത്തിന്റെ വിളംബരം കൂടി അവിടെ നടന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്.
അഥവാ എന്നും ന്യൂനപക്ഷങ്ങളുടെ നിഷ്ഠൂരതയുടെ ക്രൂര നിലയങ്ങളാണ് ഗുജറാത്തിലെ ഓരോ നഗരങ്ങളും ഓരോ ദേശങ്ങളും എന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം എന്നും വ്യക്തമാക്കുന്നതാണ്. പക്ഷേ അവിടെ മുസ്ലിങ്ങളും ദളിതുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ബഡേ മാസേ കി ബാത് ഹേ ദളിത് മുസ്ലിം സാത്ത് ഹേ എന്ന വലിയൊരു മുദ്രാവാക്യം ഈ സമൂഹത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദളിത് മുസ്ലിം കൂട്ടുകെട്ടിന്റെ പുതിയ ഒരു രാഷ്ട്രീയ വിളംബരമായിരുന്നു യഥാർത്ഥത്തിൽ അന്ന് പുനെയിൽ സംഭവിച്ചത്. ഇതൊരു പുതിയ മുന്നേറ്റത്തിന്റെ ഭാഗമാണ്. സ്നേഹത്തിന്റെ ഈറ്റില്ലമായ സമാധാനത്തിന്റെ തറവാടായ ഇന്ത്യ എന്ന രാജ്യത്ത് മതേതരത്വത്തിന്റെയും മഹിതമായ നാനാത്വത്തിൽ ഏകത്വത്തിന്റെയും ഭൂമികയായ ഇന്ത്യയിൽ നിഷ്ഠൂരതയുടെ ബലിഷ്ഠകരങ്ങൾക്ക് അവരുടെ കാപാലികത്വങ്ങളെ തുടർത്തുവാൻ ഇന്ത്യ രാജ്യത്തിന് അനുവാദം കൊടുത്തുകൂടാ. ഇന്ത്യ രാജ്യത്ത് അതിന് അവസരം കൊടുത്തുകൂടാ. ഇന്ത്യ രാജ്യത്ത് അതിനുള്ള സാധ്യതകൾ നമ്മൾ തുറന്നു കൊടുത്തുകൂടാ. ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന എല്ലാ ബലിഷ്ഠ കാപാലികതകളെയും തുടച്ചു നീക്കിക്കൊണ്ട് സമാധാനത്തിന്റെ പാരമ്പര്യ ഇന്ത്യയെ ഇവിടെ പുനഃസ്ഥാപിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള പ്രചോദനമായി എൻ്റെ വാക്കുകൾ പരിണമിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.